നമ്മൾ ഇന്ന് ബിഹൈൻഡ് ദ സീൻ കാണിക്കാന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ലൊരു ബിഹൈൻഡ് ദ സീൻ കാണിച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല ഗൈസ്. നമസ്കാരം ഗൈസ്, ഞങ്ങളിന്ന് വന്നാക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അങ്ങനെ എഴുന്നേറ്റ് ജനലൊക്കെ തുറന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് ഗൈസ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് എടുക്കാൻ അങ്ങോട്ട് വിചാരിച്ചു. പക്ഷെ ഇന്നത്തെ ഒരു ഡേ ഒരുമാതിരി ഡേ ആയി പോയി. നിങ്ങൾക്കത് മൊത്തത്തിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചപ്പോൾ സംഭവിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഞങ്ങൾ ഇപ്പോൾ ഈ പോണത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് വാങ്ങാനാണ്. രാവിലെ കാപ്പി ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ പാലില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ വേഗം തന്നെ പാല് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വേഗം തന്നെ കാപ്പി സെറ്റ് ചെയ്യാൻ വെച്ച്. അപ്പോൾ സൈഡിൽ അച്ഛൻ മീൻകറി ഉണ്ടാക്കണ്ടായി, നല്ല കൂരിയുടെ കറി ഉണ്ടാക്കണ്ടായി. അങ്ങനെ പാലും ഈ സൈഡിൽ മീൻകറി അപ്പുറത്തൊക്കെ ആയിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാൽക്കാപ്പി ഉണ്ടാക്കി അങ്ങനെ ഞാൻ കുടിച്ചു. കഴിക്കാൻ പോണത് കുഴിമന്തിയുടെ റൈസും കുറച്ച് ചോറും മീൻകറിയും ഫ്രൈ ആണ് ഗൈസ് ഞാൻ കഴിക്കാൻ പോണത്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ മീൻചാറും കുഴിമന്തി നല്ല കോമ്പിനേഷനാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മീൻചാറ് കുഴിമന്തി, എന്നിട്ട് കുഴിമന്തിയിൽ മീൻചാറ് ഇട്ടിട്ട് മീൻ വെച്ചിട്ട് നല്ല രസം. നിങ്ങൾ കഴിച്ച് നോക്കണേ ഗായ്സ്. ഇന്നപ്പോൾ നമ്മുടെ ഡാൻസിൻ്റെ ആണ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ നമ്മുടെ ഡാൻസ് ഷോർട്ട് വീഡിയോസ് ഞങ്ങൾ പോയി എടുക്കാറ്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി നിൽക്കണതാണ് കാണുന്നത്. എന്തായി റെഡിയായി കാണിച്ചാലേ റെഡിയായി നിൽക്കണതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് ഡാൻസ് വീഡിയോ എടുക്കാൻ പോവാം. ഇന്ന് ഞാൻ ഡാൻസ് വീഡിയോ എടുക്കണേ, എൻ്റെ ബിഹൈൻഡ് ദ സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ കുറച്ച് കാണാറുണ്ട്. അപ്പോൾ പറയാൻ വന്നത് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ ഡാൻസ് കളിക്കാൻ വന്ന ഞങ്ങളുടെ സ്വന്തം സ്പോട്ട്. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ എംഫോടെക് മച്ചാൻ വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് അത്. സുംചേറാ ഇപ്പം എംഫോടെക് മച്ചാനില്ല. ഒരു ദിവസം ഞങ്ങൾ എംഫോടെക് മച്ചാനെ കണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നാണമായതുകൊണ്ട് പുള്ളിയോട് സംസാരിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഇൻട്രോവേർട്ട് ഉണർന്നത് കൊണ്ട് പുള്ളിനോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പുള്ളിയുടെ അവിടെ ഉണ്ടായി ആ ഒരു സ്പോട്ടിൽ പുള്ളിയുടെ വണ്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ പോയില്ല. ഇവിടെയാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പറ്റുന്ന സ്ഥലം. അത് അവിടെ എൻ്റെ കൂട്ടിന് ഞങ്ങൾക്ക് പശുക്കളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്ത് വേണം ഡാൻസ് കളിക്കാനായിട്ട്. അത് ഞങ്ങൾക്ക് ഒരു ടാസ്ക് എത്തിയാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ അറ്റത്തിലൊക്കെ പോയി വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഷോർട്സൊക്കെ കാണണം കേട്ടോ. നമ്മൾ ഇന്ന് ബിഹൈൻഡ് ദ സീൻ കാണിക്കാന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ലൊരു ബിഹൈൻഡ് ദ സീൻ കാണിച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല ഗൈസ്. നിങ്ങൾ വാ, ഞാൻ കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, ഈ കടിയിൽ നിന്ന് ഞാൻ ചാവണ്ടതായിരുന്നു, ചത്തില്ല. ഞാൻ ഓടിയ സീനിൽ ഞാൻ ഇട്ട് വരാം. കളിക്കായിരുന്നു ഗൈസ്. ഇത് വീഴെന്ന് ഞാൻ വിചാരിച്ചില്ല. കറക്റ്റ് എൻ്റെ തലയിൽ വീഴേണ്ടതാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ വഴി ഓടിയോണ്ട് എൻ്റെ തലയിൽ വീണില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇത്രയും നല്ല ഒരു ബിഹൈൻഡ് ദ സീൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ ബിഹൈൻഡ് ദ സീൻ ഇങ്ങനെയായി. നല്ല ഐശ്വര്യമാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അലമ്പായതുകൊണ്ട് ഞങ്ങൾ സ്പോട്ട് മാറ്റി ഇതാക്കി. ഞങ്ങളുടെ സ്പോട്ട് ഫുൾ പച്ചപ്പും ഹരിതാപമാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നൈസായിട്ടൊക്കെ മാറ്റി
ഫുള്ളും പച്ചപ്പും ഹരിതാപവും ഒക്കെ തന്നെയാണ്. അവിടെ മരം വീണുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ട വന്ന്. ഭാഗ്യത്തിന് തലയിൽ വീണ് ഞാൻ ചത്തില്ല. ഞങ്ങള് വീട്ടിലേക്ക് പോട്ടെ. എന്തിനാണ്? ഫുഡ് കഴിക്കാൻ. എന്നിട്ട് വേറൊരു ടാസ്ക് ഉണ്ട്, പോണ വഴി പറഞ്ഞുതരാം. അതെ, ഓക്കെ. ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞൊന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ കയ്യിൽ ഉപ്പുമാങ്ങയുണ്ട്, മീൻ വറുത്തതുണ്ട്, മീൻ കറി ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഒരു ഉപ്പുമാങ്ങയ്ക്ക് നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു സൂപ്പറാണ്. ഫുഡ് കഴിക്കട്ടെ. ഞങ്ങളപ്പോ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അമ്മയുടെ വീട് കൊടുങ്ങല്ലൂര് മേത്തലിലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അതിനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ഹായോട് ചേച്ചി. ചെറുതുണ്ട്. പറയടാ ഹായ്. ഹായ് പറയടാ. ഇത് നോക്കി പറയടാ നീ ഹായ്. പാവമാണ് ഗൈസ്, പാവം കുട്ടിയാണ്. ആരും ഉപദ്രവിക്കൊന്നുമില്ല. ഭയങ്കര നിഷ്കളങ്കനായ കുട്ടിയാണ്. എപ്പോഴും ചിരിച്ചിരിക്കുള്ളൂ ഇതുപോലെ. അപ്പൊ അമ്മാമ്മക്ക് ചിപ്സ് വാങ്ങാൻ വേണ്ടി ഞങ്ങള് കടയിലേക്ക് ഇറങ്ങിയാക്കിയാണ്. അവിടെ കടയിൽ വന്നിട്ട് നമുക്ക് ചിപ്സ് ഒക്കെ നോക്കാം. എനിക്ക് ഒന്നും വാങ്ങിച്ചരൂല അമ്മാമ്മക്ക്. എന്ത് ഡോണറ്റ് ഇല്ല? എടാ ഇങ്ങടാ. എടഞ്ഞു നടക്കുന്ന ദർശിതാണ് ഗൈസ്. ഇത് കടയിൽ കയറിയ കുട്ടി അല്ലാണ്ടാവും. ഇരിക്കുന്നാട്ടോ നീ. അവന് വിചാരിച്ച സാധനം കിട്ടി. ഞങ്ങക്ക് സ്ട്രോബെറി ഷേക്ക് കിട്ടിയപ്പോ അടങ്ങിയിരിക്കാണ്. അവിടെ ചെന്നപ്പോ സ്വിച്ച് കവിൻസ് കിട്ടിയപ്പോ അവൻ അടങ്ങിയിരിക്കാണ്. അവിടെ ചെന്നപ്പോ സ്വിച്ച് ഇട്ടപ്പോ അവനെ പോലെ അവൻ അവിടെ ഓടി. എന്താടാ സമാധാനം എനിക്ക്? ഇങ്ങോട്ട് നോക്ക്. എന്ത് നല്ല കുട്ടിയല്ലേ. നല്ല കുട്ടീനെ കാണാൻ കിട്ടൂല. ഞങ്ങൾ അങ്ങനെ അമ്മമ്മയുടെ വീട്ടിലെത്തി ഗൈസ്. നോക്കൂ, അതാണ് ഞങ്ങള് അമ്മയുടെ വീട്. ഗൈസ് ഞങ്ങളുടെ കൊറോണ ആന്റി. കൊറോണമാരോടെ കൊറോണ ആന്റി ഗൈസ്. കൊറോണമാരോടെ കൊറോണ ആന്റി. കൊറോണയാണ് കൊറോണ. ഞങ്ങളുടെ അമ്മമ്മ അമ്മയുടെ അമ്മയാണ് ഗൈസ്. ഓക്കെ. ഹലോ ഹായ്. ഓക്കെ. ക്ലേറ്റ് പ്രിപ്പറേഷനിലാണ്. ഇങ്ങനെ സ്പെഷ്യലായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കി പേടിപ്പിക്കരുത് ഗൈസ്. കാണിക്കാൻ മുഖം. ഞങ്ങള് മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കി വെച്ചേക്കണേണ്. ഇത് സ്റ്റൈലാണ് ഗൈസ്, മുടി വെട്ടിയാക്കണത്. ഇത് ഞങ്ങളെ മാമൻ വരച്ച പടമാണ് ഗൈസ്. മാമ ഇങ്ങനെ മരക്കാരനാണ്. അശ്വന് കാണിക്കൂ. പൂച്ച ഡിസ്കോ ഡാൻസ് ആണ് ഗൈസ്. കാണിക്ക്. പൂച്ച. പഴംപൊരി കിട്ടി. ഇതിന് നല്ല ചൂടാണ്, അതുകൊണ്ട് പയ്യത്തിനണം, അല്ലെങ്കിൽ അണ്ണാക്ക് പൊള്ളും. ആന്റി ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി തിന്നു കഴിഞ്ഞപ്പോ അടുത്ത ഡിഷ് വന്ന് ഗൈസ്, കട്ട്ലേറ്റ് എത്തി. അപ്പൊ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആന്റി. ആന്റി ഭയങ്കര കുക്കാണ് ആന്റി. അപ്പൊ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. കൊറോണ ചുമ. ഭയങ്കര മഴ. ഞങ്ങളിപ്പോ ബീച്ചിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചൊക്കെയാണ്. ബീച്ചില് മഴയത്താണ് ബീച്ചിലേക്ക് പോകാൻ പോണത്. ചിലപ്പോ ബീച്ചിൽ ഇറങ്ങാൻ പറ്റൂല, എന്നാലും ഞങ്ങള് ബീച്ച് കാണും അല്ലേ? ഞങ്ങള് അഴീക്കോട് ബീച്ചിലേക്ക് എത്തി. നിങ്ങൾ ഇവിടെ ആരും ഉണ്ടാവൂലെന്ന് വെച്ച് അഴീക്കോട് ബീച്ചിൽ എത്തി ഗൈസ്. ഞങ്ങൾ ലാസ്റ്റ് ഇന്ന് നമ്മള് രാവിലെ ഡാൻസിന് തുടങ്ങി ഞങ്ങൾ ലാസ്റ്റ് അഴീക്കോട് ബീച്ചിൽ ആരും ഇല്ലാന്നൊക്കെ വിചാരിച്ച് വന്നെങ്കിലും ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ഇടിമിന്നലൊക്കെ ഉണ്ട്. ഇടിമിന്നി ചത്തു കഴിഞ്ഞാൽ വ്ളോഗർ ഔട്ട്സൈഡേഴ്സ് ഇടിമിന്നലിൽ ചത്തുന്നുള്ള ന്യൂസ് വരും ഗൈസ്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഒറ്റപ്പെട്ട ഒരു മരം നിൽക്കണ ഗൈസ്, കാണാൻ പറ്റില്ല.
ഒറ്റപ്പെട്ട മര്യാദയിൽ ചിരിക്കാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. എടാ അവിടെ നിന്ന് ഇപ്പൊ സുനാമി ഒന്ന് എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരു സുനാമി വന്നത് ഇങ്ങനെ നേരെ നമ്മൾ നേരെ സുനാമി ചത്തുപോകും. ഞങ്ങൾ പറയണ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? മൈക്കില്ല, മൈക്കില്ലാത്തോണ്ട് ഞങ്ങൾ ഒത്തുള്ളവർന്ന് പറയണം. ആ ബീച്ച് മഴയത്ത് കാണാൻ പ്രത്യേക രസമൊന്നും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ മഴ ഇല്ലാത്തോണ്ട് ഇഷ്ടമാണ്. വിജനമായ സ്ഥലത്ത് ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചുതരാം. മായ സ്ഥലത്ത് അവർ ആ അറ്റത്ത് കൊണ്ടുപോയി ഐസ്ക്രീം പിടിച്ചാലും ഒരു കാറ്റ് വന്ന് ഐസ്ക്രീം വണ്ടി പറന്ന നല്ല രസമുണ്ടാവും. ഞങ്ങളൊരു അബദ്ധം ചെയ്ത് കോട്ട് എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. കോട്ട് എടുക്കാൻ മറന്നുപോയതുകൊണ്ട് ഞങ്ങൾ 2 കോടയിൽ ഇത്രയും പേര് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ്. ആവശ്യ സമയത്ത് നമ്മൾ ആവശ്യമായ സാധനങ്ങളൊന്നും എടുക്കില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ വ്ലോഗ് എടുക്കാം. അത് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവരെന്തേ അങ്ങോട്ട് പോയല്ലപ്പാ. ഇവിടെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് കണ്ട. മറ്റേ ചേച്ചി പറഞ്ഞാലേ ഇത് ഔട്ട്സൈഡർ വ്ലോഗ്സ് ആണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ്. സുഗന്ധി അതുപോലെ ഔട്ട്സൈഡർ വ്ലോഗ്. ഞങ്ങള് ബീച്ച് കണ്ട് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. ബീച്ച് ഞങ്ങൾ ഇറക്കിയില്ല ഗാർഡന്മാര്. കാരണം പറ്റാരൂല ഒടുക്കത്തെ മഴയൊക്കെ ആയതുകൊണ്ട് ബീച്ച് പ്രക്ഷുബ്ധമായി കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ വെള്ളത്തിൽ വീഴല്ലേ കേട്ടാ. പക്ഷെ ഞങ്ങൾ വേറെ ദിവസം വരും ബീച്ചിൽ ഇറങ്ങും. അല്ലെങ്കിൽ ബീച്ചിൽ ഇറങ്ങാറില്ല. ഇന്ന് ബീച്ചിൽ ഇറങ്ങാൻ മുട്ടിയപ്പോ ബീച്ചിൽ ഇറക്കിയില്ല. അങ്ങനെയാണ്. നോക്കെ കട്ടയല്ലേ നീ പിടിക്ക്. അത്ര പൊക്കി പിടിക്കേണ്ടതായിട്ട് പിടിക്കും. നമുക്ക് മറ്റേക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. അടുത്ത ഞങ്ങളത് ഇറക്കുന്നതായിരിക്കും. ഇവിടെ കുറെ മറ്റേ മരങ്ങളൊക്കെ ഉണ്ട്. കാറ്റാടി അത് കാറ്റാടി അല്ലത്, കാറ്റാടിയാണ്. ശരിയാണ്. കടല് പ്രക്ഷുബ്ധമാണ് ഗൈസ്. പ്രക്ഷുബ്ധമായിട്ട് ലൈറ്റ് കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ ലൈറ്റ് ഇല്ലാതെ ഞങ്ങളത് രസം ഉണ്ടാവില്ല. ഗ്രെയിംസ് ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ പ്ലാനൊന്നും ഇല്ല. വീട്ടിൽ കുളിച്ചിട്ടില്ല. ഇന്ന് കുളിക്കുക, ഫുഡ് കഴിക്കുക, കിടക്കുക, ഉറങ്ങുക. ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ലേ? ഫുഡ് കഴിക്കുക, കിടക്കുക, ഉറങ്ങുക. ഇനി വേറെ ഒന്നുമില്ല. വീട്ടിലെത്തട്ടെ. ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. കാരണം എൻ്റെ അച്ചാച്ചന് പാറില്ലാണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അങ്ങനെ കുറേ സീനായിരുന്നു. അതുകൊണ്ട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനോട്ട് ഒട്ടും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെയും ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.